ഏത് ഇല്ല ഇത് പിന്നെ ഞാനവിടെ പോയതൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലില്ല. ഇപ്പം എൻ്റെ ഒരു റോള് അവിടെ CPM പ്രവർത്തകൻ, അത് മാത്രമല്ല തിരുവഞ്ചൂർ അഭ്യർത്ഥിച്ച പ്രകാരമുള്ളതാണ്. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ജോലി ചെയ്യേണ്ടത് ജോൺ മുണ്ടക്കയാണ്. ഞാൻ കൈരളി TVയുടെ മാനേജിംഗ് ഡയറക്ടറും CPMൻ്റെ ഒരു പ്രവർത്തകനുമാണ്. അങ്ങനെ ഒരു കൂലങ്കഷമായ സമഗ്രമായ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്ത് വിട്ടുവീഴ്ച ചെയ്തും ഈ സമരം അവസാനിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത്. ആദ്യം എന്നെയല്ല ബന്ധപ്പെട്ടത്, എന്നെ ബന്ധപ്പെടുന്നതിന് മുന്നോടിയായിട്ട് കൈരളി TVയിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ചെറിയാൻ ഫിലിപ്പിനെയാണ് ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഫോണിലാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫോണിൽ സംസാരിച്ച ശേഷം ആ ഫോൺ എനിക്ക് കൈമാറുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ കണ്ടത്. ആ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തു. അദ്ദേഹം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ. ജോൺ മുണ്ടക്കയത്തിൻ്റെ ഫ്രണ്ടാണ്, തിരുവഞ്ചൂരിൻ്റെ സഹപ്രവർത്തകരാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ പോരെ. അന്ന് പാർട്ടി നേതാക്കളെല്ലാം സമരത്തിലാണ്, വലിയ പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ്. മാത്രമല്ല കൈരളി TV പാർട്ടി നേതൃത്വമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെ പല ഘട്ടങ്ങളിലും ഗുഡ് ഓഫീസസ് ഉപയോഗിക്കാം. അല്ല, പാർട്ടി നേതൃത്വം യുക്തമായൊരു തീരുമാനമെടുത്തല്ലോ. അതുകൊണ്ടാണല്ലോ സഖാവ് പിണറായി വിജയൻ അത് സമരം പിൻവലിക്കുന്ന കാര്യം സെക്രട്ടേറിയറ്റ് സമരത്തിൻ്റെ മുന്നിൽ പോയി പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് അതിനുശേഷമുള്ള രാഷ്ട്രീയ സംഭവവാസങ്ങൾ നിങ്ങൾക്കറിയാം. പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 91 സീറ്റോടെ ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നു. സോളാർ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിരുന്നു. സോളാർ എന്നുള്ള പ്രചരണ വിഷയം CPM വേണ്ടെന്ന് വെച്ചോ. അത് വളരെ ശക്തിയുക്തം മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ ചെയ്തത്. ആ സമരം അവിടെ നിന്ന് പിൻവലിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ള ഉറപ്പിൻ്റെ പേരിലാണ് ഒരു സമരം പിൻവലിക്കുന്നത്. അല്ല, രാജി ഓഫ് കോഴ്സ്, അതായത് രാജി എന്നുള്ളൊരു മുദ്രാവാക്യം മുഴക്കരുത്. ഈ സ്പെസിഫിക് ആയിട്ടുള്ള ചർച്ചയിൽ എത്രത്തോളം മുന്നോട്ട് പോകാം, എത്രത്തോളം അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതപ്പോൾ സ്വാഭാവികമായിട്ടും ജോൺ മുണ്ടക്കയത്തെ ഇത് ബ്രീഫ് ചെയ്ത് തിരുവഞ്ചൂരാന്നുള്ള കാര്യം വ്യക്തമായല്ലോ. അത് വ്യക്തമായല്ലോ. തിരുവഞ്ചൂരിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും ജോൺ മുണ്ടക്കയം പറയുന്നത്. വളരെ ഞാൻ പറഞ്ഞല്ലോ, അതായത് റിട്ടയർ ചെയ്ത മാധ്യമപ്രവർത്തകർ പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരു പതിവുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാവരും ആ പുസ്തകം വാങ്ങില്ലേ എന്തൊക്കെ പറഞ്ഞെന്നറിയാൻ വേണ്ടിയിട്ട്. അതൊക്കെ നാട്ടുകടപ്പല്ലേ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തൊന്നുമില്ല. പക്ഷേ മനോരമയ്ക്കൊരു വലിയൊരു ഗ്രീവൻസ് ഉണ്ടാവും. എന്താ കാരണം വെച്ചാൽ തങ്ങളുടെ ബ്യൂറോ ചീഫ് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് ആ പത്രത്തിലൊരു എക്സ്ക്ലൂസീവായിട്ട് അടിച്ചിട്ടില്ലോ എന്നുള്ളൊരു പരാതി അവർക്കുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ CPMൻ്റെ പ്രതിനിധിയായിട്ട് പോയതാണ്, മാധ്യമപ്രവർത്തകനായിട്ട് പോയതല്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ CPMൻ്റെ ഒരു പ്രവർത്തകനാണ്. ഞാനൊരു മാധ്യമപ്രവർത്തകൻ്റെ റോളിലല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ കൈരളി TVയുടെ ചീഫ് എഡിറ്ററാണ്, MD ആണ്, അതോടൊപ്പം തന്നെ രാജ്യസഭാ അംഗമാണ്. ഞാനിപ്പോൾ രാജ്യസഭയിൽ സംസാരിക്കുന്നത് കൈരളി TVയുടെ എഡിറ്റോറിയൽ എന്നുള്ള രീതിയിലാണോ സംസാരിക്കുന്നത്? എനിക്ക് മൾട്ടിപ്പിൾ റോളുണ്ട്. അല്ലല്ല, അതിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഡേറ്റുകളൊക്കെ എടുത്ത് നോക്ക്. അതായത് എന്താ ക്യാബിനറ്റ് എടുത്ത തീരുമാനമല്ലേ എന്ന് പറഞ്ഞു. ഏത് ക്യാബിനറ്റ് എപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം, എപ്പോഴാണ് എടുത്ത തീരുമാനം? ആ കേൾക്ക്, എവിടെ നിങ്ങൾ എടുത്തു നോക്ക്. ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉമ്മൻചാണ്ടി പല സമരവും അവസാനിപ്പിക്കാൻ വേണ്ടി പല തീരുമാനങ്ങളും പറയും. അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കണമെന്നും അത് ആ പരിഗണനാ വിഷയങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരണമെന്നുള്ള കൃത്യമായിട്ടുള്ള ആവശ്യം പിന്നീട് അംഗീകരിച്ച എവിടെയാണ്? ഫോർമലായിട്ട് അംഗീകരിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് ക്യാബിനറ്റ് തീരുമാനിക്കുന്നത്. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നു ആ പ്രഖ്യാപനം നടത്തിയത് ഓഗസ്റ്റ് 13-ാം തീയതി ആയിരിക്കും, 2013. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കണം മിക്കവാറും ക്യാബിനറ്റ് തീരുമാനം എടുത്തിട്ടുണ്ടാവുക. അതൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ പരിശോധിച്ച് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. കൃത്യമായ തോതിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തി തിരുവനന്തപുരം ഇങ്ങോട്ടൊക്കെ ചർച്ചകൾ വിളിച്ചു. ഈ കാര്യങ്ങളെല്ലാം ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് അവതരിപ്പിക്കാൻ ആ സമയത്ത് പോലും ഇത് സമരം നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാലും നമ്മളെ എത്രയോ ആൾക്കാർ ബന്ധപ്പെടാറുണ്ട്, പല ആൾക്കാരും ബന്ധപ്പെടാറുണ്ട്.
അതിൽ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടത് പറയാം, പറയേണ്ടാത്തത് പറയില്ല. അതൊക്കെ തന്നെ എങ്ങനെയില്ല അങ്ങനെ. അല്ല അതല്ല അവിടെ അതിൻ്റെ അകത്ത് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനെ തിരുവഞ്ചൂർ വിളിച്ചു, അല്ലെ തിരുവഞ്ചൂരിനെ കണ്ടു എന്ന് പറയേണ്ട യാതൊരു സാങ്കത്യമില്ല. അതൊക്കെ അവിടെ പാർട്ടി നേതൃത്വം യുക്തമായ തീരുമാനമെടുക്കും. ഞാൻ പാർട്ടിക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. CPM-നെ വലിയ പ്രതിരോധത്തിലാക്കിയതായിരുന്നു ഈ സമരം പെട്ടെന്ന് പിൻവലിച്ചു എന്നുള്ള ആരോപണം ഉണ്ടാകുന്നത്. എന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും, അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് കൈരളി അന്ന് അത്തരമൊരു വാർത്ത കൊടുക്കാൻ തയ്യാറായി? എത്ര ഒരു വാർത്ത? അതായത് തിരുവഞ്ചൂർ ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിൽ സമരം പിൻവലിച്ചത് എന്നൊരു വാർത്ത അന്ന് കൈരളി. തിരുവഞ്ചൂർ ബന്ധപ്പെട്ടുകൊണ്ടല്ല, CPM-ന്റെ ആവശ്യങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ്. അത് കൈരളി വാർത്ത കൊടുത്തിട്ടുണ്ട്. അത് കൈരളി എങ്ങനെയാണ് വാർത്ത കൊടുത്ത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് വാർത്തയായിട്ട് കൊടുത്തത്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഇതിനകത്ത് ഈ ഒരു റോളും ഇല്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്തൊന്നുമില്ല. എന്താ കാരണം വെച്ചാൽ എല്ലാ സമരങ്ങളും, ആ സമരങ്ങൾ വൻ വിജയമായിരുന്നുവെന്ന് പിന്നീടുള്ള ജനവിധി വ്യക്തമാക്കി തന്നു. 91 സീറ്റോടുകൂടി ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നു. സോളാർ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ആ വിഷയം അത്രത്തോളം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിട്ട് മാറി. ഈ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കുന്നതായി അത് കോൺഗ്രസിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണോ? തിരുവഞ്ചൂരിന് അത്തരത്തിലുള്ള ഒരു ഗൂഢലക്ഷ്യം അതിന് പിന്നിൽ ഉണ്ടായി എന്ന് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഉള്ളിലെ സമ്മർദ്ദ വേലിയേറ്റങ്ങൾ ആരോട് പറഞ്ഞു? അവിടെ തിരുവഞ്ചൂരിന് സമ്മർദ്ദമുണ്ടായിരുന്നോ? തിരുവഞ്ചൂർ ഉമ്മൻചാണ്ടിയെ പെടുത്തിയോ? പിന്നെ KC ജോസഫ് തിരുവഞ്ചൂരിനെ കുറ്റപ്പെടുത്തിയോ? ഒന്നും എനിക്കറിയില്ല. അതൊക്കെ പത്രങ്ങളിൽ വന്നത് മാത്രമേ ഉള്ളൂ. അവരുടെ ആഭ്യന്തര കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഈ സമരം ഒത്തുതീർപ്പാക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിന് എനിക്കൊരു അത്ഭുതമൊന്നുമില്ല. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയല്ലേ. അദ്ദേഹത്തിൻ്റെ ആ പദവി അദ്ദേഹത്തിന് നൽകുന്ന ഉത്തരവാദിത്വം കൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക.